Okay, so day 2 started and today we are going to Coral Island. So let's go. So Coral Island and we are Okay, going to everyone single start. line. Then we will be there around 20 minutes. Okay, and right now we will go down here. This is first one and second one. We will go second one. Okay, in the center. Let's go, everyone. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. സോ ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. Everyone listen to me, please. So when the boat is going to the outside, നമ്മൾ ആദ്യത്തെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ബോട്ടിൽ എണീക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബോട്ടിൻ്റെ ബാലൻസ് കിട്ടൂല. സോ നമ്മളോട് എണീക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണുന്നു. ഇറ്റ്സ് ഗുഡ്. ഞാനും അനിയനും കൂടെ പാരാസെയിലിംഗ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് സീ. സോ ഫസ്റ്റ് ആക്ടിവിറ്റി കഴിഞ്ഞു. അതായത് പാരാസെയിലിംഗ് ആയിരുന്നു. ഞാനും അനിയനും ചെയ്തു. അനേം എഴുതിയോ ബാക്കാ? ദാറ്റ്സ് ഫൈൻ. ആൻഡ് ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. അവിടെയാണ് സീ വോക്കൊക്കെ. വി ആർ നോട്ട് ഗോണ ഡു ദാറ്റ്. ദാറ്റ്സ് പ്യുവർ മാഡ്നെസ് ഐ തിങ്ക്. സോ വി ആർ നോട്ട് ഗോണ ഡു ദാറ്റ്. പാരാസെയിലിങ്ങിൽ ഇവൻ താഴ്ത്ത് ഇറങ്ങിയിട്ട് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. വീണ്ടും പൊങ്ങിപ്പോയി. വാസ് ഗുഡ്. അന്ന് ചുമ്മാ ഒരു വട്ടം ഒഴിച്ചു. ആൻഡ് ദേ ചാർജ്ഡ് us 800 baht ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കാൻ. ദാറ്റ്സ് നോട്ട് റിയലി ഗുഡ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ സീ വോക്ക് ചെയ്യുന്ന ഐലൻഡിലേക്ക് എത്തി. ഈ ബോട്ടിൽ വേണം സീ വോക്ക് ചെയ്യാവുന്ന ആൾക്കാർ പോകാൻ. സീ വോക്ക് എന്തായാലും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സോ വി ആർ നോട്ട് ഗോണ ഡു ദാറ്റ്. സോ നമ്മൾ ഇവിടെ 20 മിനിറ്റ്സ് ഈ ബോട്ടിലൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവർ വരുന്ന വരെ. അങ്ങനെയാണ് കാര്യങ്ങൾ. കോറൽ ഐലൻഡ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ഇറ്റ്സ് ഗുഡ്. വെള്ളത്തിൻ്റെ കളറൊക്കെ ആകെ മാറി. സോ നമ്മളിതിപ്പോൾ കോറൽ ഐലൻഡ് എത്തി. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ബ്രോ. നല്ല രസമുണ്ട് കാണാൻ. ഐ ജസ്റ്റ് ഷോ യു. കണ്ടാ, ഇവിടെ റൈഡ്സ് ചെയ്യേണ്ടവർക്ക് റൈഡ്സ് ചെയ്യാം. ജെറ്റ് സ്കി റൈഡ് ആൻഡ് ബനാന റൈഡ്. നമ്മളതൊന്നും എടുത്തില്ല. സോ നമ്മൾ എന്തായാലും ബീച്ചിൽ ഇറങ്ങാനുള്ള പ്ലാനിലാണ്. ബിക്കോസ് നല്ല ചൂടുണ്ട്. ആൻഡ് അതിനോടൊപ്പം എന്തായാലും ബീച്ചിൽ ഇറങ്ങിയില്ലെങ്കിൽ ഒരു ഗുമ്മുണ്ടാവില്ലല്ലോ. സോ ബീച്ചിൽ ഇറങ്ങാനുള്ള പ്ലാനിലാണ്.
ഓക്കെ, നമ്മുടെ കോറൽ ഐലൻഡിലെ ബീച്ച് ടൂർ കഴിഞ്ഞു. ആൻഡ് വി ആർ ഹെഡിങ് ബാക്ക് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. സോ നമ്മളിനി മറ്റേ റിസോർട്ടിൽ പോയതിന് ശേഷം ഒരു ഈവനിങ് 4 PM ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോകാനാണ്. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് വെരി ഗുഡ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഗുഡ് ബീച്ച്, ഒരു രക്ഷയില്ല. നല്ല കിടിലൻ ബീച്ചായിരുന്നു. വെരി ഫൺ. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞു ആൻഡ് നമ്മളിനി ഹോട്ടലിലേക്ക് പോവുകയാണ്. ആൻഡ് അവിടെ നിന്ന് 4:30 പിക്കപ്പ് ടു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, സോ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോകുന്നു. അമ്മച്ചിയോണ്ട് വൈബ്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ കയറാൻ പോവുകയാണ്. സി ഇതിലാണ് നമ്മളിങ്ങനെ കയറി നമ്മുടെ യാത്ര ഇതിലാണ്. ഓക്കെ, പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ ഒരു റൗണ്ട് അടിച്ച് നമ്മൾ നേരെ അവിടെ പോകും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവിടെ ഈ ബോട്ട് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വാക്ക് ചെയ്തിട്ട് ഈ ഒരു ലൊക്കേഷനിലോട്ട് റിട്ടേൺ വരും. അതാണ് സംഭവം. അതായത് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം. അതായത് രണ്ട് സൈഡിലും മാർക്കറ്റ് പോലെ, ലൈക്ക് നടുവിൽ നമ്മളിങ്ങനെ ബോട്ടിലിങ്ങനെ പോവുക. ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് കൊള്ളാം. 1 ടൈം എക്സ്പീരിയൻസിനുള്ളത് തന്നെയാണ്. അതായത് ഒരു വെറൈറ്റി. അതായത് എല്ലാം ബോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ഷോപ്പെല്ലാം ബോട്ടിലാണ്, ചെറിയ ചെറിയതാണ് എല്ലാം ചെയ്യുന്നത്. വെരി ഗുഡ്. കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ആണെങ്കിലും എല്ലാം. ബോട്ടിറങ്ങി, അവിടുന്ന് ബോട്ടിറങ്ങി ഇപ്പോൾ ഇതാ ഇനി നടക്കാൻ പോവാം. ഓക്കെ ഓക്കെ, വിൽ ടെസ്റ്റ് ഫ്രം ഹിയർ. ഇവിടെ ഇനിയിപ്പോൾ ഈ ഓയിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അമ്മച്ചി. നമ്മുടെ ഗൈഡാണ്, അതായത് ഡ്രൈവറാണ്, പുള്ളിക്കാരിയാണ് നമ്മളെ ലീഡ് ചെയ്യണത്. ഹായ്. ഓ, ഈ ഓയിൽ മസാജ് ചെയ്യുകയാണ് പുള്ളിക്കാരി. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. എന്താ ഹെർബ് ഓയിലൊക്കെയാണ് പറയുന്നത്. ലെറ്റ്സ് സീ. ഇവിടെ വന്ന സമയം കിട്ടും. നോ ഹോട്ട്, അതായത് ചൂടാവില്ല എന്നുണ്ടെങ്കിൽ.
ഓക്കെ സോ ആഫ്റ്റർ ദ മസാജ് വാസ് റിയലി ഗുഡ്. ഞങ്ങളൊരു കോംബോ വാങ്ങിച്ച് ആൻഡ് 3 800 ബാത്ത്. നമ്മളത് വാങ്ങിച്ച് ഗോയിങ് ടു ദി ഫ്ലോട്ടിംഗ് ബാത്ത്. അതാണ് മാംഗോ സ്റ്റിക്കി റൈസ് ഭയങ്കര പോപ്പുലർ അല്ലേ. ഈ ജ്യൂസ് ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളി ടേസ്റ്റ്. അതായത് ഈ ജ്യൂസ് ജസ്റ്റ് ഐസും മാംഗോ അത് മാത്രമേ ഉള്ളൂ. സോ ഗുഡ്, ഭയങ്കര ടേസ്റ്റ്. ഓക്കെ, അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കണ്ടിറങ്ങി. നത്തിങ് ടു മച്ച് സ്പെഷ്യൽ. ഇതായി നോക്കിയാണോ ഇത് നമ്മൾ രാവിലെ കണ്ട ടീം ഇതേ ബീച്ചിലേക്ക്. മറ്റേ നോർമൽ ഷോപ്സ് ബീച്ചല്ല മാർക്കറ്റിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടിരിക്കുക. കൊള്ളാം, നല്ല രസമുണ്ട്. ഇരിക്കി. എന്താ ആര് ചവിട്ടാൻ എന്ത് ചവിട്ടാൻ അങ്ങനെയൊക്കെ ചെയ്യൂ. എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ വാ. അവൻ കട്ടിയില്ലേ? അയ്യോ അതെ, കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റ്. ഓക്കെ, സോ മസാജ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആൻഡ് ഞാനിവിടെ തായ് മസാജ്, ഇപ്പുറത്തെ അമ്മ ഫുഡ് മസാജ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ മോനെ തായ് മസാജ് ചെയ്ത് കഴിഞ്ഞു, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു, സൂപ്പർ. എൻ്റെ അടി തൊട്ട് മുടി വരെ അവർ കംപ്ലീറ്റ് ഞങ്ങൾ ചെയ്ത് റെഡിയാക്കി തന്നിട്ടുണ്ട്. ആൻഡ് yeah, that's it. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് റൂമെത്തി. നാളെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നാളെ ബാങ്കോക്ക്. സോ കിടക്കട്ടെ.